നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും വ്യാജ വിസയിൽ കുവൈറ്റിലേക്ക് പോകാൻ ശ്രമിച്ച യുവതിയെ പോലീസ് പിടികൂടി. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ഇമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ യുവതി പിടിയിലായത്. ആന്ധ്രാപ്രദേശിലെ കടപ്പ സ്വദേശിയായ ഖദീറുൻ ഷെയ്ഖ് എന്ന യുവതിയാണ് പിടിയിലായത്. വിമാനത്താവളത്തിൽ വെച്ച് പരിശോധനയ്ക്കിടെയാണ് പോലീസിന്റെ പിടിയിൽ ഈ യുവതി അകപ്പെടുന്നത്. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് മനുഷ്യക്കടത്ത് നടത്തുന്ന ഇന്ത്യക്കാരുടെ വലിയൊരു സംഘം തന്നെയുണ്ട് എന്നാണ് യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായത്. വിമാനത്താവളത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ വിദേശത്തേക്ക് പോകാൻ സഹായിച്ചത് 5 പേരടങ്ങുന്ന ഒരു സംഘമാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കുവൈറ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായ പ്രവാസി അടക്കം ഉൾപ്പെടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർക്കെതിരെ വിമാനത്താവള പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവർ പൊതുവെ ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് എത്തിക്കുന്നത്, മനുഷ്യക്കടത്ത് നടത്തുന്നത്. ഇതിനായി വ്യാജരേഖകൾ ചമച്ചതടക്കമാണ് ഇവർക്കെതിരെ പോലീസ് കണ്ടെത്തിയിട്ടുള്ള കുറ്റം. പിടിയിലായ സ്ത്രീയുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിദേശത്തേക്ക് പോകുന്ന ചില വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് അധിക പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ള ECR പാസ്പോർട്ടിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് എന്നും പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. കടപ്പ, വിജയവാഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ഏജന്റുമാരാണ് വ്യാജ കുവൈറ്റ് വിസ സംഘടിപ്പിച്ചു തന്നെ സഹായിച്ചത് എന്ന് ഈ ചോദ്യം ചെയ്യലിൽ ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇമിഗ്രേഷൻ അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. മനുഷ്യക്കടത്തുമായി സംബന്ധിച്ച സംഭവത്തിൽ അന്വേഷണം ഇതോടുകൂടെ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതേസമയം സ്ത്രീകൾ ഇത്തരത്തിലുള്ള വലിയ മാഫിയ സംഘങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത് ഈ അടുത്ത കാലത്തായി നിരന്തരമായ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് ഇന്ത്യയിലേക്ക് ഒരു സംഘം സ്വർണം കടത്താൻ ശ്രമിക്കുന്നത് പതിവാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു പ്രമുഖ നടിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ നടി റെന്യ റാവുവിനെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടുകയായിരുന്നു. അതും ഏറെ നാളത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് നടി പിടിയിലായത്. അടിക്കടിയുള്ള നടിയുടെ ഗൾഫ് യാത്രകളായിരുന്നു ഇതിനൊക്കെ ആസ്പദമായിട്ടുള്ള കാരണം. ഇതിനു പുറമെ തിങ്കളാഴ്ച ലഭിച്ച രഹസ്യ വിവരങ്ങൾ പോലും നിർണായകമാകുകയായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് പോലീസിന് ഇവരെ പിടികൂടുന്നത്. ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ള നടി സ്വർണവുമായി DRI സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. തിങ്കളാഴ്ച ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ റെന്യ റാവു ബാംഗ്ലൂരു കോമ്പഗൗണ്ട വിമാനത്താവളത്തിൽ എത്തുന്നു എന്നത് മനസ്സിലാക്കുന്നു. സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നതിനിടെ നടിയെ DRI സംഘം വളയുകയായിരുന്നു. തുടർന്ന് നടിയെ പരിശോധിക്കുന്നു. പരിശോധനയിൽ 14.2 കിലോ സ്വർണമാണ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത്. ഇതിൽ 12.56 കോടി രൂപ വില വരുമെന്നാണ് അധികൃതർ മനസ്സിലാക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് സ്വർണവുമായി നടിയെ പിടികൂടിയതിന് പിന്നാലെ ബാംഗ്ലൂരുവിലെ ലാവല്ലെ റോഡിലെ നടിയുടെ വീട്ടിലും DRI സംഘം റെയ്ഡ് നടത്തി. ഇവിടെ ഭർത്താവിനൊപ്പമായിരുന്നു റെന്യ റാവു താമസിച്ചു വന്നിരുന്നത്. വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 2.06 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും 2.67 കോടി രൂപയുമാണ് പിടിച്ചെടുത്തത്. നടിയിൽ നിന്നാകെ 14.8 കിലോ സ്വർണം DRI നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിടികൂടി. 2 ആഴ്ചക്കിടെ 4 തവണയാണ് നടി റെന്യ റാവു ദുബായ് യാത്ര നടത്തിയത്. എല്ലാ തവണയും ഒരേ വസ്ത്രം തന്നെയായിരുന്നു നടി ധരിച്ചിരുന്നത്. ഇതെല്ലാം DRI സംഘത്തിന് സംശയത്തിന് കാരണമായിരുന്നു. ഇതിന് പിന്നാലെ തിങ്കളാഴ്ച നടി ദുബായിൽ നിന്ന് വരുന്നുണ്ട് എന്ന വിവരം പോലും ഇവർക്ക് ലഭിക്കുകയായിരുന്നു. സ്വർണം ഒളിപ്പിച്ചു കടത്തുന്നതായിട്ടുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുന്നത്, പരിശോധന നടത്തുന്നത്, നടി അറസ്റ്റിലാകുന്നത്.